ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ മാക്സി ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത നമ്മുടെ മെഷീൻ്റെ കിഡിലൻ കവറാണ്. വളരെ ഈസിയായി ഏത് മെഷീനിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഊരി വെച്ചാൽ ആ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അത് നിൽക്കുകയും ചെയ്യും. സ്റ്റിച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മെഷീനിൽ ഇത് ഇട്ട് കൊടുക്കാനും വളരെ ഈസിയാണ്. അത് അതേ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇടാനും ഊരിയെടുക്കാനും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത് മെഷീനിലാണോ കവർ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെഷീൻ്റെ അളവെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ഫസ്റ്റ് അളവെടുക്കേണ്ടത്. ഈ മെഷീൻ്റെ താഴ്വശത്ത് നിന്നും മുകളിലൂടെ പോയിട്ട് തൊട്ടപ്പുറമുള്ള താഴ്വശം വരെ പോവുക. അതാണ് ഫസ്റ്റ് മെഷർമെൻറ്റ്. കണ്ടോ, ഇവിടുന്ന് നേരെ മുകളിലൂടെയാണ് നമ്മൾ താഴ്വശത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴ്വശത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അതുകൂടാതെ വലിച്ച് അളവെടുക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് വിടണം. ഇപ്പോൾ നമുക്ക് 26 ഇഞ്ചാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ മുകൾ വശത്തും നമുക്കതുപോലെ കുറച്ചൊരു ലൂസ് ആവശ്യമാണ്. അപ്പോൾ 26 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് 27 ഇഞ്ച് എടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു അളവെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ വീതിയാണ്. വീതി ഇപ്പോൾ ഞാൻ താഴ്വശത്താണ് കേട്ടോ എടുക്കുന്നത്, മുകൾ വശത്തു നിന്ന് എടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ താഴ്വശത്തെ വീതി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ വീതി കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് വീതി എടുക്കാം. ഇപ്പോൾ 15 ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ 15 ഇഞ്ച് മാത്രം പോരാ. കണ്ടോ, മുകൾ വശത്ത് ഇതുപോലെ ഒരു റിങ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വീതി കുറച്ച് കൂട്ടണം. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടാം. കാരണം ടോട്ടലി നമ്മൾ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്താൽ മതി. ഇപ്പോൾ 15.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 15.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടി വേണം. രണ്ട് സൈഡിലും നമുക്ക് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 16.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു കവർ സ്റ്റിച്ച് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാക്സി ക്ലോത്താണ്. മാക്സി ക്ലോത്ത് മുഴുവനായിട്ടും വേണ്ട കേട്ടോ. ഈ ഒരു കവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മീറ്ററും 20 സെൻറ്റിമീറ്ററുമാണ് വേണ്ടത്. നിങ്ങൾ മാക്സി ക്ലോത്ത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ 1:20 ക്ലോത്ത് അളന്ന് വാങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ മാക്സി ക്ലോത്തും അതുപോലെ തന്നെ അതിൻ്റെ താഴ്വശം ഒരു ലൈനിങ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രേപ്പ് ക്ലോത്തും വാങ്ങിയിട്ടുണ്ട്. 1:20 ഗ്രേപ്പ് ക്ലോത്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്പോഞ്ചാണ്. ഈ സ്പോഞ്ച് നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഒരു 1.5 മീറ്ററിലടുത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ കവർ മാത്രം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഒത്തിരി ബാലൻസ് ഉണ്ടാവും. ഇതിനെക്കൊണ്ട് ഞാനിപ്പോൾ കുഷ്യൻ സ്റ്റിച്ച് ചെയ്തു, അതുപോലെ ഇപ്പോൾ മെഷീൻ കവറും സ്റ്റിച്ച് ചെയ്യാണ്. ഇനിയും നമുക്ക് ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട്, അതും കൂടി നിങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ മെഷീൻ അളന്ന് വെച്ച ആ ഒരു അളവിൽ നമ്മൾ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. കാരണം വീതി 16.5 ഇഞ്ച്, അതുപോലെ തന്നെ നീളം 27 ഇഞ്ചാണ് നമ്മളിപ്പോൾ ടോട്ടലി കിട്ടിയത്. ആ ഒരു അളവ് തന്നെ നമ്മൾ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ മുകളിൽ, നമ്മൾ ഏത് ക്ലോത്താണോ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഈ സ്പോഞ്ച് വെക്കുക. കറക്റ്റായിട്ടെന്ന് പറയുമ്പോൾ സെയിം അളവിലല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വിട്ടിട്ട് 4 വശത്തും വിടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ക്ലോത്ത് ഒന്ന് ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാക്സി ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രേപ്പ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രേപ്പ് ക്ലോത്ത് ഒരിക്കലും ചുരുണ്ട് പോവില്ല. അതുപോലെ മാക്സി ക്ലോത്തും നമുക്ക് ചുരുണ്ട് ചെറുതാവാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും കറക്റ്റ് ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പോർഷൻ ഇതാ കറക്റ്റ് ഇതുപോലെ വെക്കുക. ലൈനിങ് പോർഷൻ്റെ മോശം വശമാണ് കേട്ടോ ഇതുപോലെ വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്പോഞ്ചില്ലേ, അത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ നേരത്തെ വിട്ട ആ ഒരു പോയിൻ്റ് ഇല്ല, 1/2 ഇഞ്ച് 1 ഇഞ്ച് വിട്ട് ആ പോയിൻ്റ് വിട്ടിട്ട് വേണം നമ്മൾ വെക്കാൻ. 4 വശത്തും വിട്ടിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഒരുപോലെ വിരിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പിന്നെടുക്കുക. ഇത് മഫ്ത പിന്നാണ്. നിങ്ങൾ നോർമൽ
പിന്നായാലും മതി കേട്ടോ, മുട്ടുസൂചി എന്നൊക്കെ പറയുന്ന ആ ഒരു പിന്നായാലും മതി. എന്നിട്ട് കറക്റ്റ് നമുക്കിത് എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമാണ് കേട്ടോ ഇങ്ങനെ പിൻ ചെയ്യൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ 3 സംഭവവും 3ആയിട്ട് നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ക്ലോത്തും കൂടി നന്നായി പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് 5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. കണ്ടോ, ഓരോ 5 ഇഞ്ച് വിട്ടിട്ടും നമ്മൾ മാർക്ക് ചെയ്യാം. ഇതുപോലെ 4 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കണ്ടോ ഇതുപോലെ ഓരോ 5 ഇഞ്ച് വിട്ടിട്ട് നീളത്തിലും വീതിക്കും നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി മാർക്ക് ചെയ്ത ഓരോ പോയിന്റും ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ അടുത്തടുത്തുള്ള ഈ 2 ലൈനും കൂടി വരക്കാം. അതുപോലെ സെക്കൻഡും തേർഡും വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി കാണുന്ന ഈ ഓരോ ലൈനും പരസ്പരം യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 1 കൂടി വരച്ചു കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണാം ഞാനിപ്പോൾ ക്രോസ് ആയിട്ട് വരച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ തിരിച്ചും ക്രോസ് ആയിട്ട് വരക്കാം. കണ്ടോ, ഇതുപോലെ ഈ 2 ലൈനും കൂടി വരക്കുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ ലൈനും കൂടി ജോയിൻ്റ് ചെയ്ത് വരക്കാം. നിങ്ങളിതിപ്പോൾ വരച്ച് നിങ്ങളുടെ മുന്നിലുണ്ടാവുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഏത് രീതിയിലാണ് വരച്ചത് എന്നൊക്കെ. കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല കേട്ടോ. 2 ഭാഗത്തേക്കും ക്രോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ എല്ലാ ഭാഗവും വരച്ചു കൊടുത്തു. ഇനി ഈ വരച്ചു കൊടുത്ത ഓരോ പോയിന്റിലൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏത് മെഷീനിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് മെഷീൻ സാധാരണ നമ്മൾ എങ്ങനെയാണോ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ ഉഷയുടെ ജാനോമാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ മെഷീനിലും നമുക്കിതുപോലെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ആ ലൈനിലൂടെ കറക്റ്റായിട്ട് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈൻ പോകുന്നത് അതിലൂടെ പോയിട്ട് അതിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാം. ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരച്ചതുപോലെ താഴ്ന്നിട്ട് നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ. നമുക്കിതുപോലെ ഓരോ ലൈൻസും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം. കുറച്ച് അടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതിൻ്റെ പിറകു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത രീതിയാണിത്. യെല്ലോ കളർ നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ബാലൻസ് വന്ന കുറച്ച് ക്ലോത്ത് ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ സ്പോഞ്ചിൽ നിന്നും തെറിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം പൂർത്തിയാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടുത്തെ അളവാണ് എടുക്കേണ്ടത്. മുകളിൽ നിന്നും താഴ്വശത്തേക്കുള്ള ഇറക്കം കറക്റ്റായിട്ട് എടുക്കുക. അങ്ങനെ അളവെടുക്കുമ്പോൾ മുകളിലുള്ള ഈ ഒരു നൂല് ഹോൾഡറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അളവെടുത്തിട്ട് വേണം, അതും കൂടി എടുത്തിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മതി കേട്ടോ. ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി നമുക്ക് അളവെടുക്കാം. കറക്റ്റ് നമുക്ക് 11 ഇഞ്ചാണ് ലഭിക്കുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 12 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് മെഷീൻ്റെ താഴ്വശത്തുള്ള വീതി ഒന്ന് നോക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് അളവെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ച് ടൈറ്റ് പിടിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ 1 ഇഞ്ച് ലൂസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടി. ഈ 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. അപ്പോൾ ടോട്ടൽ നമ്മൾ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം 12 ഇഞ്ചും അതുപോലെ തന്നെ വീതി 8 ഇഞ്ചുമാണ് നമ്മൾ കണക്കാക്കിയത്. അപ്പോൾ ആ അളവ് തന്നെ ഞാനിവിടെ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. നീളത്തിലാണ് 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. കണ്ടോ, 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് താഴ്വശത്തുള്ള ആ വീതി ആയിരിക്കില്ല ഇതിൻ്റെ മുകൾ വശത്ത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു 1 ഇഞ്ച് ടോട്ടൽ വിട്ടിട്ട് നമ്മൾ ഇതുപോലെ കേർവ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ആ ഫോൾഡ് ചെയ്തതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒന്ന് കേർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി നമുക്ക് വേണം. കാരണം നമ്മുടെ മെഷീൻ്റെ 2 സൈഡിലും നമുക്ക് ഇതുപോലെ വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോത്തും
നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ലൈനിങ് പോർഷൻ കട്ട് ചെയ്യുമ്പോഴും 2 പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ മെഷീൻ്റെ 2 സൈഡിലും വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ലൈനിങ് പീസിൻ്റെ മോശം വശം മുകളിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ സ്പോഞ്ച് വെക്കുക. ഇതിൻ്റെ ചുറ്റും ഒരു ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മെയിൻ ക്ലോത്തും വെച്ച് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. നിർബന്ധമായിട്ടും പിൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ക്ലോത്ത് മൂവ് ചെയ്ത് പോവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെയിൻ പോർഷനിൽ 5 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നേരത്തെ എങ്ങനെയാണോ യോജിപ്പിച്ചത് അതുപോലെ തന്നെ 2 പോയിന്റുകളും തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലെ ക്രോസ് ആയിട്ട് കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസും നമ്മൾ ഇതേപോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് ബാലൻസ് പീസ് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ, ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കണം. ഇതെത്രയാണ് വീതി എന്ന് നോക്കാം. 3 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒരു 8.5 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് നീളത്തിലുമാണ് നമ്മളിപ്പോൾ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ക്ലോത്താണ്. അതിനെ നമ്മൾ സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ആ 2 സൈഡിൽ ആ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വരുന്ന 2 പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പീസിൻ്റെ താഴ്വശത്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ പീസ് മുകൾ വശത്തും വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ മുകളിലും താഴെയും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോൾഡ് കൂടി ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മളിത് മുഴുവനായിട്ടും ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ 2 വശവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ പോർഷനില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഒരു പീസ് ക്ലോത്ത് ഇല്ലേ, അത് കറക്റ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേ മെത്തേഡ് തന്നെ നമുക്ക് മറ്റേ ഭാഗവും ഉള്ളിലോട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവർ പെട്ടെന്ന്. ഇനി നമുക്ക് ഇതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകൾ വശത്ത് കണ്ടോ ഈ ഒരു സൈഡിൽ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യാം. അതേപോലെ നമ്മൾ തൊട്ടിപ്പുറവും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു പീസ് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. മറ്റേ ഭാഗത്തും ഇതുപോലെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്ലോത്തിനെ ഇതുപോലെ വിരിച്ചിട്ട് നമ്മൾ ഇവിടെയാണ് സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ ക്ലോത്തിൽ. അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റും ഒരുപോലെ വെക്കുക. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് കണ്ടോ ഇതുപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു റൗണ്ടും അതുപോലെ തന്നെ താഴ്വശവും ഒക്കെ നമ്മൾ കേവ് ചെയ്തില്ല, ആ ഒരു ഭാഗത്ത് നിന്നും സെൻറ്ററിൽ നിന്നും തുടങ്ങി താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് തിരിച്ച് സെൻറ്ററിൽ വന്നിട്ട് അവിടുന്ന് മറ്റേ ഭാഗവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ടോ പിടിച്ച് താഴ്വശം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ വളരെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴ്വശം നമുക്കൊന്ന് ഒരു ചെറിയ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ക്ലോത്ത് പീസ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ 2 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. കാരണം നമുക്കിതുപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാനങ്ങനെ വിട്ടത്. അപ്പോൾ ഇനി നമുക്കിത് മോശം വശത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസില്ല അതിൻ്റെ നല്ല വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുഴുവൻ ഈ റൗണ്ട് ഷേപ്പ് മുഴുവനായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളിതൊരു
കാലിഞ്ച്, അരയിഞ്ചൊന്നും വേണ്ട, ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുഴുവനും, അതായത് ഈ ഒരു കവർ മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിന് നമ്മൾ സ്റ്റിച്ചിങ് വിട്ടിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗം കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. നമ്മുടെ കിഡിലൻ കവർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം, പെട്ടെന്ന് യൂസ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു കവറാണിത്. ഒരു 4 വർഷത്തോളമായിട്ടോ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട്. അതിന് ജസ്റ്റ് ഒരു ബോ കെട്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്. പക്ഷേ സ്പോഞ്ച് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ നേരിയ ടൈപ്പുള്ള ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ്. അതിൻ്റെ അടിയിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അലക്കാറൊക്കെ ഉണ്ട്, മോശമാവുന്നൊന്നുമില്ല, നമുക്ക് കൃത്യമായി യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇതിന് മെഷീൻ വെച്ചിട്ട് അതിൻ്റെ താഴെ കുറച്ച് പോക്കറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണിത്. കാരണം നമുക്ക് ചോക്ക്, അതുപോലെ തന്നെ കത്രിക, അതൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇലാസ്റ്റിക് ബാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്കുണ്ട്, ബോബിനുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറേജ് പോർഷൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ മാക്സി ക്ലോത്ത് 3 മീറ്ററോളം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 മീറ്ററും 20 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ബാക്കിയുള്ള ക്ലോത്ത് കൊണ്ട് ഞാൻ നൂല് വെക്കുന്ന ഒരു സ്റ്റാൻഡും, അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ സ്റ്റോറേജ് സൗകര്യത്തിനായിട്ടുള്ള ഒരു ഷീറ്റും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതാണ്. തൊട്ടടുത്തുള്ള 1-2 വീഡിയോയിൽ അതുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോവുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.